നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തലം മെയ് ദിന റാലി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആനാപ്പുഴ സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും 5 സൈക്കിളുകൾ മോഷ്ടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. ആനാപ്പുഴ ആലപ്പാട് വീട്ടിൽ 21 വയസ്സുള്ള അക്ഷയ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. പറവൂർ ചെറിയപ്പള്ളി സ്വദേശികളായ മാലോത്ത് വീട്ടിൽ റൊണാൾഡ് 27 വയസ്സ്, റിച്ചാർഡ് 25 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. തൊഴിലാളികൾക്കുള്ള ആദരമായാണ് ഈ ദിനാചരണം. തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തല മെയ് ദിന റാലി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അന്ന് പോരാട്ടം നയിച്ചവരെയും എല്ലാം തന്നെ അനുസ്മരിച്ചുകൊണ്ട് അന്നവർ നമുക്ക് നേടിത്തന്നിട്ടുള്ള നേട്ടങ്ങളെയെല്ലാം ഇന്ന് പുറകോട്ടടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യയിലും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്തവൽക്കരണം അതിൻ്റെ മൂർധന്യഭാവത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ലോകത്തിൻ്റെ ഏകാധിപതിയാകുവാൻ ട്രംപും ഇന്ത്യയുടെ ഏകാധിപതിയാകുവാൻ മോദിയും RSSും ശ്രമിക്കുന്നൊരു കാലഘട്ടമാണ്. ലോകത്തെ മുതലാളിത്ത രാജ്യങ്ങളിൽ അവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ന് തൊഴിലാളികൾക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമമെന്നുള്ള അന്ന് നമുക്ക് നേടിത്തന്നിട്ടുള്ള ആ നേട്ടങ്ങൾ ഇന്ന് പൂർണ്ണാർത്ഥത്തിൽ തന്നെ ഇല്ലാതാക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് തീവ്ര മുതലാളിത്ത വ്യവസ്ഥിതി ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. CS രഘു അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനത്തിൽ PP സുഭാഷ്, KV ഉണ്ണികൃഷ്ണൻ, KV സുജിത് ലാൽ എന്നിവർ സംസാരിച്ചു. CR പുരുഷോത്തമൻ, ലളിത ചന്ദ്രശേഖരൻ, ബിന്ദു ബാബു, PK വിശ്വംഭരൻ, രാമൻ, PK മാധവൻ, UV വാസുദേവൻ എന്നിവർ മെയ് ദിന റാലിക്ക് നേതൃത്വം നൽകി. ആനാപ്പുഴ അഞ്ചങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും 20,000 രൂപയോളം വില വരുന്ന 5 സൈക്കിളുകൾ മോഷ്ടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. ആനാപ്പുഴ ആലപ്പാട്ട് വീട്ടിൽ 21 വയസ്സുള്ള അക്ഷയ് കുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്ഷയ് കുമാറിന്റെ കുറ്റസമ്മതമൊഴി പ്രകാരം മോഷ്ടിച്ച 5 സൈക്കിളുകൾ ചാപ്പാറ, ചേരമാൻപള്ളി, കസ്തൂരി വളവ്, ആനാപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. മേത്തല എൽത്തുരുത്ത് സ്വദേശിയായ മുല്ലശ്ശേരി വീട്ടിൽ 68 വയസ്സുള്ള ശശിയുടെ സൈക്കിൾ ഷോപ്പിൽ നിന്നാണ് വിവിധയാളുകൾ നന്നാക്കാനായി കൊടുത്തിരുന്നതും വർക്ക്ഷോപ്പിന് മുൻവശത്ത് സൂക്ഷിച്ചിരുന്നതുമായ 5 സൈക്കിളുകൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-ന് മോഷ്ടിച്ചത്. ഈ ദിവസങ്ങളിൽ സൈക്കിൾ വർക്ക്ഷോപ്പ് തുറന്നിരുന്നില്ല. 29-ന് രാവിലെ വർക്ക്ഷോപ്പ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. പറവൂർ ചെറിയപ്പള്ളി സ്വദേശികളായ മാലോത്ത് വീട്ടിൽ റൊണാൾഡ് 27 വയസ്സ്, റിച്ചാർഡ് 25 വയസ്സ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ ഇക്കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി രാവിലെ 10:30-ഓടെ കൊമ്പൊടിഞ്ഞാമാക്കലിൽ നിന്നും ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തിച്ചു മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മുതിർന്ന നേതാക്കളെ ആദരിക്കലും നടന്നു. പാലിശ്ശേരി ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന പരിപാടി ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ കുടുംബ സംഗമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സഹോദരിമാരടക്കം രക്ഷിതാക്കളടക്കം സഹപ്രവർത്തകന്മാരെ ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യും. ഇങ്ങനൊരു കുടുംബ സംഗമം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരമാണ് ഇങ്ങനെ കുടുംബ സംഗമം നടക്കുന്നത്. കുടുംബ സംഗമത്തെ നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധി കുടുംബ സംഗമമാണ്. അതിൻ്റെ കാരണം ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി 100 വർഷം കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ ഗാന്ധിജിയുടെ പേരിൽ കുടുംബസംഗമം സംഘടിപ്പിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചത്
വലിയ ലക്ഷ്യത്തോടും ഉറച്ചൊരു തീരുമാനത്തോടും കൂടിയാണ്. ഡേവിസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളിയെ വീട്ടിലെത്തി ആദരിച്ചു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ആന്റണി ഡേവിസ്, DCC സെക്രട്ടറി VA അബ്ദുൽ കരീം, PK തിലകൻ, PD ജോസ്, ആന്റണി ഡേവിസ്, അന്നമനട ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KA ഇക്ബാൽ, വാർഡ് മെമ്പർ ടെസി ടൈറ്റസ്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി GO വട്ടേക്കാടൻ എന്നിവർ സംസാരിച്ചു. ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി CPIM ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ആനമല ജംഗ്ഷനിൽ നടന്ന സദസ്സ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു രാജ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആത്മാഭിമാനത്തിന്, തങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് നേരെ നടക്കുന്ന ഏത് ചെറിയ ആക്രമണത്തെയും അതിശക്തിയായി എതിർക്കാതിരിക്കാനാവില്ല. ഏരിയ സെക്രട്ടറി KS അശോകൻ അധ്യക്ഷനായി. TP ജോണി, KI അജിതൻ, CG സിനി എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന പ്രവർത്തകരുടെ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിൻ്റെ അവകാശങ്ങൾ വിവിധ സമരങ്ങളിലൂടെ സർക്കാരിലേക്ക് നമ്മൾ അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ നേട്ടങ്ങളും, ശമ്പള വർധനവും, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 19 അങ്കണവാടികളാണ് നമുക്കുള്ളത്. ഈ 19 അങ്കണവാടിക്ക് സുരക്ഷിതമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ശൈലിയിൽ ഉള്ള വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ അങ്കണവാടികൾക്കും ഭൂമിയും, എല്ലാ അങ്കണവാടികൾക്ക് നല്ല ഒരു കെട്ടിടവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട്, പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. KM ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. VN രാജേഷ്, AV ഉണ്ണികൃഷ്ണൻ, MS പ്രമീള, MV മല്ലിക, TN സുനന്ദ തുടങ്ങിയവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടന്നു. ക്ലബ് പ്രസിഡന്റ് പീറ്റർ പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം, വീൽചെയറുകൾ, വാക്കറുകൾ എന്നിവ വിതരണം ചെയ്തു. തുടർന്ന് പുതിയ അംഗങ്ങളായ ഡോക്ടർ വിനിൽ പോൾ, ഐശ്വര്യ വിനിൽ, ഡോക്ടർ ജിജ ദേവസി എന്നിവരുടെ ഇൻഡക്ഷനും ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കുള്ള ആദരവും നടന്നു. സെക്രട്ടറി ജോസ് കൊടിയൻ, ലയൺസ് രാജേഷ്, ACP ഷീല ജോസ്, ട്രഷറർ ലിയോ കൊടിയൻ എന്നിവർ സംസാരിച്ചു. ആകെ നടന്ന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ ആകെ നടന്ന സേവന പ്രവർത്തനങ്ങൾ 19,600 അതിൽ 14,200 സേവന പ്രവർത്തനങ്ങൾ ചെയ്തത് 318T ആണ്. അത്ര ബഹുദൂരം നമ്മൾ മുന്നിലാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ മുമ്പിലാണ്. മെമ്പർഷിപ്പിലായാലും, LCFിലായാലും, ലിയോ ക്ലബിലായാലും, ഗ്ലോബൽ സർവീസ് പ്രൊജക്റ്റിലായാലും ഒക്കെ വിഷനും അതുപോലെ തന്നെ ഹങ്കറും ഡയബറ്റിക്കും ഒക്കെ നമ്മൾ ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ. അപ്പോൾ അങ്ങനെ നൽകിയ വലിയ വിജയത്തിന് ഒരിക്കൽ കൂടെ നിങ്ങളുടെയും ഒരു കൈ സഹായമുണ്ട്. അതിനുള്ള നന്ദിയും ഞാൻ വീണ്ടും അറിയിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തലം മെയ് ദിന റാലി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആനാപ്പുഴ സൈക്കിൾ വർക്ക്ഷോപ്പിൽ നിന്നും 5 സൈക്കിളുകൾ മോഷ്ടിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു. ആനാപ്പുഴ ആലപ്പാട് വീട്ടിൽ 21 വയസ്സുള്ള അക്ഷയ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി റിമാൻഡിൽ. പറവൂർ ചെറിയപ്പള്ളി സ്വദേശികളായ മാലോത്ത് വീട്ടിൽ റൊണാൾഡ് 27 വയസ്സ്, റിച്ചാർഡ് 25 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.